നമസ്കാരം. ഭാരതം ആധ്യാത്മികതയുടെ ഈറ്റില്ലമാണ്. ലോകം മുഴുവനുള്ള സഞ്ചാരികൾ, അന്വേഷികൾ, ആധ്യാത്മിക അന്വേഷികൾ എല്ലാവരും ഭാരതത്തെ വർദ്ധിച്ച തോതിൽ തേടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതിന് മുഖ്യമായ കാരണം ഭാരതീയ ആധ്യാത്മിക ആചാര്യന്മാരാണ്. അവരുടെ ലോകസഞ്ചാരവും ആധ്യാത്മിക പ്രഭാഷണങ്ങളും ആധ്യാത്മിക പ്രവൃത്തികളും ലോകത്തെ മുഴുവൻ ഹഠാത് ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ ഈ വർദ്ധിച്ച തോതിൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഭാരതീയ ആധ്യാത്മികത, ഹിന്ദുധർമ്മം, ഇതിനെതിരെ വളരെ ഗൂഢമായ ചില ശക്തികൾ എന്നും പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇക്കാലത്ത് മാത്രമല്ല, സ്വാമി വിവേകാനന്ദന്റെ കാലത്ത് പോലും ഇത്തരത്തിലുള്ള ശക്തികൾ വളരെ ഗൂഢമായി പ്രവർത്തിച്ചു വന്നിട്ടുണ്ട്. ഇക്കാലത്ത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ലോകമാതാവായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയെക്കുറിച്ചും ഇത്തരത്തിലുള്ള ചില അപവാദ പ്രചരണങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ഗൂഢശക്തികൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഭഗവാൻ സത്യസായി ബാബയെ പറ്റിയും ലക്ഷ്മണാനന്ദ സരസ്വതിയെ പറ്റിയും എല്ലാം ഇതുപോലെ കാലാകാലങ്ങളിൽ ഒരേ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചതുപോലെയുള്ള ഒരുപാട് ഗൂഢസന്ദേശങ്ങൾ, ഏറ്റവും ഋണാത്മകമായ സന്ദേശങ്ങൾ ലോകത്തിലെത്തിക്കാൻ പലരും കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാലയളവിലാണ് നാം വരുന്ന മാർച്ച് 23-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ധർമ്മസ്നേഹികളും ആധ്യാത്മിക ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും ഒരുമിച്ച് ചേർന്ന് ധർമ്മരക്ഷയുടെ വിളംബരം ചെയ്യാൻ പോകുന്നത്. ആ മഹത്തായ ധർമ്മരക്ഷാ സംഗമത്തിലേക്ക് ഏവരും സാന്നിധ്യവും സഹകരണം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇത്തരത്തിൽ എന്തിനാണ് ഭാരതീയ ആധ്യാത്മികതയെ എതിർക്കുന്നത് എന്ന് ചോദിച്ചാൽ, ലോകം മുഴുവൻ ഇന്ന് ഹിന്ദുധർമ്മത്തിലേക്ക് ആശയ്ക്കും ആശ്രയത്തിനും വേണ്ടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിന് മുഴുവൻ അഭയമരുളുന്ന ഒരു വടവൃക്ഷമായി ഭാരതീയ ആധ്യാത്മികത ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെട്ടിരിക്കുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം അമ്മയെപ്പോലുള്ള സദ്ഗുരുക്കന്മാരാണ്. ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെയും മറ്റ് ഗൂഢകേന്ദ്രങ്ങളിലൂടെയും പ്രചരിച്ചു വരുന്ന ആധ്യാത്മിക വിരുദ്ധമായ, ഹൈന്ദവ വിരുദ്ധമായ സന്ദേശങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുവാൻ വേണ്ടി ധർമ്മസ്നേഹികൾ ഒന്നിച്ച് എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ ചേരുകയാണ്. ധർമ്മോ രക്ഷത രക്ഷിത എന്ന സന്ദേശം ഏറ്റുവാങ്ങിക്കൊണ്ട് ഓരോരുത്തരും ധർമ്മത്തിന്റെ കാവലാളാവുക എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഈ ധർമ്മരക്ഷാ സംഗമം ഈ ഞായറാഴ്ച 23-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുകയാണ്. ധർമ്മം എന്ന പദത്തിന് അർത്ഥം നൽകുന്നത് ധർമ്മത്തിൽ ജീവിക്കുന്ന മഹാത്മാക്കളാണ്. ആ മഹാത്മാക്കളെ കരിവാരി തേച്ചു കാണിച്ചു കഴിഞ്ഞാൽ അത് ധർമ്മത്തിനെതിരെ മൊത്തത്തിലുള്ള ഒരു യുദ്ധമായി വേണം നാം കണക്കാക്കാൻ. ഈ അധർമ്മത്തിന്റെ യുദ്ധത്തിനെതിരെ ധർമ്മത്തിന്റെ വാളേന്തിക്കൊണ്ട് നാം ഏവരും ഒന്നിച്ച് ഒരു മനസ്സോടുകൂടി ഋഗ്വേദം പറയുന്നത് പോലെ ഐകമത്യ സൂക്തത്തിലെ സംഗച്ഛത്വം എന്ന സൂക്തം പോലെ നാം ഒരുമിച്ച് ഒരു മനസ്സായി തീരാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രയത്നമാണ് നടക്കാൻ പോകുന്നത്. ഇതിലേക്ക് ഏവരുടെയും ശ്രദ്ധയും സഹകരണവും ക്ഷണിക്കുവാൻ വേണ്ടി ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം.